മകളെ, കർത്താവിൻ്റെ തിരുവചനം കേൾക്കാൻ, പ്രയർ ലിങ്ക് ശ്രവിക്കാൻ നമ്മൾ ഒരുങ്ങിയോ? പ്രാർത്ഥിച്ചൊരുങ്ങിയോ? ഈശോ നിൻ്റെ ഹൃദയത്തിലേക്കും ഈശോ നമ്മുടെ വീട്ടിലേക്ക് ഇതാ വരികയാണ് വചനത്തിലൂടെ. ഒരുപക്ഷെ കത്തുന്ന വേദനയുണ്ടായിരിക്കാം, എരിയുന്ന സങ്കടങ്ങളുള്ളവരുണ്ടാകാം, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ പേരിൽ മനമിടിഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകാം, എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ടാകാം. യേശു ഈ അവസ്ഥകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അർപ്പണം ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നത് ആരിലാണെന്ന് ഹൃദയത്തിൽ ബോധ്യമുണ്ടായാൽ അവിടെ ജീവിതത്തെ ആകെ കീഴ്മേൽ മറിക്കുന്ന വചനമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സങ്കീർത്തനം 56:4. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? മകളെ, ഈ കേട്ട വചനം ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹപ്രവാഹത്തിൽ ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവർക്ക് ഭയമുണ്ടാകുകയില്ല. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അവയെ തരണം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, വചനം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് വേണം? ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ എഴുതി വയ്ക്കുകയോ വീണ്ടും വീണ്ടും കേൾക്കുകയോ ചെയ്യണം. അതോടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. നീ ദുഃഖിക്കുന്നവനാണോ? അതിനുള്ള വചനം ബൈബിളിലുണ്ട്. നീ രോഗിയാണോ? രോഗസൗഖ്യത്തിൻ്റെ വചനം ബൈബിളിലുണ്ട്. നീ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവനാണോ? അത് ദൂരെ അകറ്റുന്ന വചനങ്ങളുണ്ട്. നീ പൈശാചിക പീഡയിൽ അകപ്പെട്ടവനാണോ? അതിന് വിടുതൽ നൽകുന്ന വചനങ്ങളുണ്ട്. ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവവചനത്തിൽ ഉത്തരമുണ്ട്. ദൈവവചനം, ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റിയത്? ഓരോ ദിവസവും തെറ്റി നിന്ന് അകന്നു മാറി ജീവിക്കുവാൻ വചനം പാദങ്ങൾക്ക് വിളക്കും വഴിക്ക് പ്രകാശവുമായി ഇതാ കടന്നു വരികയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മകളെ, ഈ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ സ്വാധീനം വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഉറ്റവർക്കും നമുക്ക് ഈ വചനം ഷെയർ ചെയ്തുകൊണ്ട് വചനത്തിൻ്റെ സാക്ഷികളായി തീരാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.